ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്ത് ഒരു ഫോറസ്റ്റ് ഏരിയയാണ്, അതായത് തെന്മല റൂട്ടാണ്. നമ്മൾ തെന്മല റൂട്ടിൽ നമ്മൾ മിൽക്കി മിസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ ഗോഡൗണിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നൊരു വർക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മിൽക്കി മിസ്റ്റ് ഗോഡൗണിൽ നിന്നുള്ള ഐസ്ക്രീമും പിന്നെ അതുപോലെ തന്നെ പേട, പിന്നെ പാല്, ഇതുപോലത്തെ സാധനങ്ങളെല്ലാം നമ്മൾ നേരെ സേലത്താണ് ഡെലിവറി ചെയ്യേണ്ടത്. അപ്പം നമ്മളിതാ ഇവിടുന്ന് സാധനങ്ങളെല്ലാം വണ്ടിയിൽ കയറ്റി എല്ലാം സെറ്റാണ്. അപ്പോൾ നമ്മൾ ഈ കാട്ടിൻ്റെ അതുകൂടെയാണ് പോകുന്നത്. നമുക്ക് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ കാട്ടിൻ്റെ അതുകൂടെ പോയിട്ട് വേണം മെയിൻ റോഡ് കയറാൻ. അപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, തീർച്ചയായും എന്ത് കൊടുക്കുക, ലൈക്ക് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കല്ലേ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മളെ ചാനലിന് ഈ യൂറോ ട്രാക്ക് സിമുലേറ്റർ എന്ന് പറയുന്ന ഗെയിമിങ്ങിൻ്റെ വീഡിയോയിലൊക്കെ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ അശോക് ലൈലാൻഡിൻ്റെ പുതിയ ലോറിയാണ്. നമ്മളിപ്പോൾ ടയറൊക്കെ മാറിയിട്ടുണ്ട്. ടയറൊക്കെ എന്ന് വെച്ചാൽ മിഷലിൻ്റെ ടയറാണ് നമ്മൾ ഇട്ടേക്കുന്നത്. ഗൈസ്, 10 ടയറും നമ്മൾ മിഷലിൻ്റെ ടയറാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ വണ്ടി ഫുൾ സെറ്റാണ്, പുതിയ വണ്ടിയാണ്. തട്ടാതെ മുട്ടാതെ നമുക്ക് കൊണ്ടുപോകാനുള്ളത്, ഇല്ലെങ്കിൽ മുതലാളി ഭയങ്കര സീനാവും. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഇതുവഴി കൊണ്ടുപോകാൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യല്, മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നോക്കാം, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സാധനങ്ങളെല്ലാം കയറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് സെറ്റാണ്. അപ്പോൾ നമ്മൾ ഈ ഹോട്ടലിൻ്റെ ഓപ്പോസിറ്റാണ് ഈ ഒരു ഗോഡൗൺ വരുന്നത്. അപ്പോൾ നമ്മളെ വണ്ടി അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വച്ച് പിടിക്കാം. ഈ റോഡ് നിങ്ങൾ കണ്ടില്ലേ, ഫുൾ ഓഫ് റോഡാണ്. ഇനി പോകുന്ന ഒരു മെയിൻ റോഡ് ഇവിടെ നിന്ന് 12 കിലോമീറ്ററാണ്. ആ മെയിൻ റോഡ് 12 കിലോമീറ്റർ എത്തുന്നവരെയും നല്ല ചെറിയ ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഗൈസ്, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് തടി ഗോഡൗൺ ആണ്. അപ്പോൾ നമ്മൾ ഈ തെന്മലയാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന തടി ഗോഡൗൺ ആണ്. ഇവിടെ ഇഷ്ടംപോലെ ലോഡും കാര്യങ്ങളൊക്കെ ചില വണ്ടികളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ലോഡിൻ്റെ വർക്ക് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ വന്നപ്പോൾ അവർ എന്നോട് ചോദിച്ച് നമുക്കൊരു വർക്കുണ്ട്, കൊണ്ടുപോകുമെന്ന് ചോദിച്ച്. അത് കൊണ്ടുപോകാനുള്ള ചെന്നൈയിലാണ് കൊണ്ടുപോകുള്ളത്. അപ്പോൾ അതവർ നമ്മളെ നമ്പറും കാര്യങ്ങളൊക്കെ അവർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്തായാലും നമ്മളെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വർക്കും കൂടി എടുക്കാം. ഇത് കണ്ടില്ല ഗൈസ്, ഫുള്ള് ഓഫ് റോഡാണ് ഗൈസ്. നല്ല കാറ്റ്, അടിപൊളി കാലാവസ്ഥ, നല്ല തെളിഞ്ഞ അന്തരീക്ഷവും കാര്യങ്ങളുമാണ്. പക്ഷെ നല്ല കാലാവസ്ഥ, നല്ല കാറ്റും കാര്യങ്ങളൊക്കെ, നല്ല സുഖമുണ്ട് ഈ ഒരു സ്ഥലത്തുകൂടി പോകാൻ. നല്ല വൈബാണ് ഈ ഒരു സ്ഥലം. ഫുൾ ഫോറസ്റ്റ് ഏരിയ അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു മഴയും കൂടെ ഉണ്ടെങ്കിൽ സെറ്റാണ്. പക്ഷെ മഴയില്ല, നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്, നല്ല കാറ്റും കൂടിയുണ്ട്. നമ്മുടെ ഉള്ളതുകൊണ്ട് അടിപൊളിയാണ്. പോകുന്ന വഴിക്ക് അണ്ണാച്ചിയുടെ കടയിൽ നിന്ന് ഒരു 5 ദോശയും ഓംപ്ലേറ്റും രസോടയും വാങ്ങി കഴിക്കണം. അണ്ണാച്ചി അവിടെ ഉണ്ടാകുന്ന അറിയില്ല, ഉണ്ടായി വാങ്ങി കഴിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ ഏതെങ്കിലും ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. ഞാൻ വെജിറ്റബിളേ കഴിക്കുകയുള്ളൂ, വെജിറ്റേറിയനാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കടയിൽ പോയി പൂരി മസാലയോ ദോശയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. ഏതെങ്കിലും കട നോക്കാം നമുക്ക്. ഉച്ചയ്ക്ക് ഊണ് അത് നമുക്ക് ഏതെങ്കിലും നല്ലൊരു കടയിൽ താലി മീൽസ് വല്ലതും കഴിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ. ഈ പ്ലാനിങ് കറക്റ്റായിട്ട് പോയാൽ മതി. വണ്ടിക്ക് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് ഗോഡൗൺ വരെ എത്തിയ അത്രയും ഭാഗ്യമാണ്. കാരണം ഇത്രയും വലിയ ലോഡും കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ. ഇനിയിപ്പോൾ കുറേ കഴിഞ്ഞാൽ വലിയ ഹൈവേയിലൊക്കെ നമ്മളെത്തും. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം പോകാൻ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഇനി ഒരു 8 കിലോമീറ്റർ എന്തോ ഉള്ളൂ. ഇനിയും കുറച്ച് ദൂരമുണ്ട്. ഫുൾ ഫോറസ്റ്റ് ഏരിയയാണ്. നമ്മളിതാ ഇവിടെ ഒരു ഏറ്റ വളവൊക്കെ ഉണ്ട്. നമ്മൾ നോക്കി വേണം പോകാൻ. ഈ വണ്ടിയിൽ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ മുതലാളി സീനാവും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഗൈസ്, നമ്മളെ ക്ലീനറായിട്ട് നമ്മളെ കൂടെ ഉള്ളത് ശംഭു ആണ്. അപ്പോൾ ശംഭു ഇനി നിങ്ങളടുത്ത് ബാക്കി കാര്യങ്ങളൊക്കെ ശംഭു പറയുന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ കുറേ നാളത്തെ ശേഷം നമ്മൾ വീണ്ടും വന്നു. അപ്പോൾ കുറച്ച് നാൾ ഞാൻ ജോലിയും കാര്യങ്ങളൊക്കെ അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു ഗൈസ്. അതാണ് കാണാനില്ലാത്തത്. ഞാൻ വീണ്ടും റോളക്സിൻ്റെ കൂടെ നമ്മളിത് അടുത്ത ജോലിക്കായിട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മിൽക്കി മിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗോഡൗണിലാണ് നമുക്ക് ഇന്നത്തെ വർക്ക് കിട്ടിയത്. അവിടുത്തെ കമ്പനി ലോറിയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫുൾ സാധനങ്ങൾ ലോഡുമായിട്ട് നമ്മൾ നേരെ സേലത്താണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക. മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അവിടെ ശംഭുവിടെ ഇത് മാപ്പ് നമ്മളെ പണി തന്നതാണ് തോന്നുന്നത്. മാപ്പ് ചതിച്ചെന്നാണ് തോന്നുന്നത്. കാരണം നമ്മളിപ്പോൾ എളുപ്പമുള്ളൊരു വഴിയാണ് നമ്മൾ മാപ്പ് കൊടുത്തത്. പക്ഷേ മാപ്പ് തെറ്റി വേറൊരു വഴി കൂടിയാണ് കാണിക്കുന്നത്. എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോൾ ഫുള്ള് വഴി ഇത്തിരി ടാസ്ക്കാണ്. നമ്മൾ ഈ കയറ്റമൊക്കെ ഏറ്റ കയറ്റമാണ്. വണ്ടി കയറാൻ തന്നെ വലിയ പാടാണ് ശംഭു. അല്ലാണ്ട് ഞാൻ ഗൂഗിൾ മാപ്പ് കറക്റ്റാണ് കൊടുത്തത്. മെയിൻ റോഡിൽ കറക്റ്റ് ലൊക്കേഷൻ വെച്ച് കറക്റ്റാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇതിപ്പം മാപ്പ് പണിയുന്നതാവാൻ സാധ്യത ഉണ്ട്. കാരണം റേഞ്ചും കാര്യങ്ങളൊക്കെ കുറവല്ലേ. അപ്പോൾ എളുപ്പമുള്ള വഴി കാണിച്ചു. അതല്ല നമ്മൾ വലിയ വണ്ടി പോകുന്ന റൂട്ട് നോക്കിയാണ് ഞാൻ മാപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. പക്ഷേ എന്താണ് അറിയത്തില്ല, ഫുള്ള് ടാസ്ക്കാണ്. എന്തായാലും നമുക്ക് നോക്കി പോകാം. എനിക്ക് തോന്നുന്നത് ഏകദേശം ഇനിയൊരു 5 കിലോമീറ്റർ ഉള്ളൂ. മാപ്പിൽ 5 കിലോമീറ്റർ കാണിക്കുന്നുള്ളൂ. വഴിയുണ്ട്. കണ്ട ഈ ഒരു ചെറിയ ഇടവഴിയാണുള്ള. ഈ
ഈ ഒരു വഴി കൂടി പോകാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. വേറെ വഴിയില്ല. കാരണം ഗൂഗിൾ മാപ്പ് ഇനി നമ്മൾ പോകണമെങ്കിൽ തിരിച്ച് ബാക്കിൽ കൂടെ പോയി അവിടെ നിന്ന് വീണ്ടും കറങ്ങി ചുറ്റിയാണ് നമുക്ക് മെയിൻ റോഡിൽ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ തൽക്കാലം നമുക്ക് ഇനി ഈ വഴി പോകാൻ പറ്റുള്ളൂ. കാരണം ഇതും കൊണ്ട് ബാക്ക് റിവേഴ്സ് എടുക്കാനും പറ്റില്ല. ഇത്രയും ലോഡ് ഇരിക്കുകയാണ്. പിന്നെ റിവേഴ്സ് എടുക്കാനുള്ള സ്ഥലവും കാര്യങ്ങളൊന്നും ഇല്ലാണ്. ഇനിയിപ്പോൾ ഈ ഒരു റൂട്ട് വഴി തന്നെയാണ് അങ്ങോട്ട് പോവാം. ഓ അത് തന്നെടേ, നമുക്കിനിയിപ്പോൾ ഇതുവഴിയേ പോകാൻ പറ്റുള്ളൂ, വേറെ വഴിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി ഇവിടെ നമ്മളിത്തിരി ശ്രദ്ധിച്ചു വേണം പോകാൻ. ഈ ലോറി അയാൾ തന്നപ്പോൾ തന്നെ എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞാണ്, ലോറിക്ക് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ വരികയാണെങ്കിൽ നമ്മളിത് നല്ലൊരു എമൗണ്ട് അയാൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം പോകാൻ. ഇവിടെ ഈ ഒരു വളവിൽ തന്നെ എനിക്ക് കണ്ട് ചെറുതായിട്ട് ഒന്ന് പാടി, വണ്ടി ചെറുതായിട്ട് അങ്ങോട്ട് നീങ്ങി സൈഡിലോട്ട് പോയണ്ട. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഇതുവഴി പോകാൻ. കാരണം അല്പം ടാസ്ക് പിടിച്ചൊരു റോഡാണ് ഈ ഒരു റോഡെന്ന് പറയണത്. പിന്നെ നമുക്ക് ഈ ഒരു ട്രിപ്പ് നമുക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിനക്ക് 5500 രൂപ കിട്ടും. ഇവിടെ തട്ടി 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 വണ്ടിയുടെ സൈഡ് തട്ടി എന്നാണ് തോന്നുന്നത്. എന്താണെന്ന് അറിയില്ല, കലിപ്പാവുമെന്നും അറിയില്ല. നീ മൊബൈലും കളിച്ചിടിച്ച് നോക്കാതെ വണ്ടിയുടെ സൈഡ് നോക്കി പറയാതെ നീ എന്തുകൂടെ കാണിച്ചത്? ആ വണ്ടി സൈഡ് അവിടെ കയറി തട്ടി, മൊബൈൽ കുത്തി കുത്തി നീ നിന്നോ? അണ്ണാ ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ റീൽസ് കണ്ടോണ്ടിരിക്കുകയാണ്. സോറി അണ്ണാ, ഞാൻ കണ്ടില്ല അണ്ണാ. വണ്ടിക്ക് വല്ല കുഴപ്പമല്ല ഉണ്ടാണ്? വണ്ടി ആ മരത്തിലിടിക്കാനുള്ളതാണ്. എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് ആ മരത്തിലിടിച്ചില്ല. അവിടെ മറ്റേ മണ്ണിൻ്റെ ആ തിട്ട ഉള്ളതുകൊണ്ട് വണ്ടി അവിടെ ഇടിച്ച് അവിടെ സൈഡിൽ കയറി നിന്ന്, അതുകൊണ്ട് രക്ഷപ്പെട്ട്. ഈ വണ്ടി എന്തെങ്കിലും പണി വന്നു കഴിഞ്ഞാൽ ഇത്രയും പെയിൻറ്റ് ചെയ്യാൻ തന്നെ നല്ലൊരു എമൗണ്ട് ഉണ്ടാവും. ഏകദേശം എൻ്റെ ഒരു കണക്കിൽ ഒരു 10-40,000 രൂപയ്ക്കകത്തെങ്കിലും ആവും ഇതിൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ. പിന്നെ അത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ പിന്നെ അത് നമ്മൾ തട്ടി നിർത്ത് സ്പ്രേ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നതിന് ഏകദേശം 10-40,000 രൂപയ്ക്കകത്ത് എന്തായാലും ആവും. ഒന്നാമത് ഫസ്റ്റത്തെ ട്രിപ്പാണ്, അതിൽ തന്നെ പണി കിട്ടിയ വലിയ പാടായിരിക്കും. ഈ റോഡ് മൊത്തം ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വളയാൻ പറ്റില്ല. ഞാൻ പിന്നെ ബാക്ക് റിവേഴ്സ് എടുത്തിട്ട് വളയ്ക്കാൻ പറ്റുള്ളൂ. ഇത്തിരി ടാസ്ക് പിടിച്ചൊരു റോഡാണ് ഈ ഒരു റോഡ്. അണ്ണാ നമുക്ക് എന്തായാലും പതുക്കെ പോയാൽ സാവധാനം പോയാൽ നമുക്ക് നാളെ എത്തിയാൽ മതിയല്ലോ. സാവധാനം പതുക്കെ പോയാൽ മതി. പിന്നെ അവിടെ നല്ല വിശപ്പുണ്ട്, എന്തായാലും കഴിക്കണം. അണ്ണൻ പറഞ്ഞ അണ്ണാച്ചിയുടെ കടയിലുണ്ടായ ഒരു 5 ദോശയും ഒരു ഓംപ്ലേറ്റും, എനിക്ക് കൂടുതലും ഒരു 5 ദോശ ഒരു ഓംപ്ലേറ്റും ഒരു രസവളയും 3 പപ്പടവും മതി. പിന്നെ കുടിക്കാൻ ഒരു കട്ടൻ, നല്ലൊരു കട്ടൻ, ചുക്ക് കാപ്പിയാണെങ്കിൽ ചുക്ക് കാപ്പി, അല്ലെങ്കിൽ നല്ലൊരു കട്ടൻ കാപ്പി ആയിക്കോട്ടെ. പിന്നെയാണ് ഞാൻ വേറൊരു കാര്യം നിങ്ങളുടെ ഞാൻ ചോദിക്കാൻ മറന്നായി. അണ്ണാ നിങ്ങൾ പറഞ്ഞില്ലേ ശമ്പളത്തിൻ്റെ കേസ് പറഞ്ഞില്ലേ, എനിക്ക് 5500 ശമ്പളം എന്ന് പറഞ്ഞല്ലോ നിങ്ങൾ. അണ്ണന് എത്ര? 8500 രൂപ. ശംഭു, നിനക്ക് 5500 രൂപ ശമ്പളം. പക്ഷേ 5500 ആയിട്ട് ഞാൻ നിനക്ക് തരുവില്ലെന്ന് നിനക്കറിയാമല്ലോ. ഞാൻ എവിടെ നിന്നെ കൊണ്ടുപോയാൽ കൃത്യമായിട്ടുള്ള നല്ലൊരു ശമ്പളവും കഴിക്കാൻ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നതാണല്ലോ. അപ്പോൾ 5500 എന്ന് പറയണത് നിനക്ക് ഞാൻ എന്തെങ്കിലും തരുമെന്ന് നിനക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ നിനക്കൊരു 6500 നിനക്ക് ഫിക്സഡായിട്ട് ഞാൻ തരും. എൻ്റെ കയ്യിൽ നിന്ന് ഒരു 1000 രൂപ ഇട്ട് നിനക്ക് ഞാൻ 6500 രൂപയായിട്ട് ഞാൻ നിനക്ക് തരും ശമ്പളം. പക്ഷെ നീ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നീ ഇൻസ്റ്റാഗ്രാം റീൽസ് കാണുന്നതിന് കുഴപ്പമില്ല. ഹൈവേ എത്തുമ്പം കണ്ടോ, റോഡൊക്കെ വഴി കറക്റ്റ് പറഞ്ഞു തരണം. നമ്മളിതവിടെ ഹൈവേയിൽ അവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ ഉണ്ടോ, വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല. ഇത് ഞാൻ നോക്കി എനിക്ക് ഓട്ടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ കുഴപ്പമില്ല. ശംഭു, നീ റോഡും പിന്നെ അതുപോലെ വളവൊക്കെ എത്തുമ്പോൾ ഇതുപോലത്തെ വളവൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്ന് പറഞ്ഞു തരണം. അത്രേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ട. ഓക്കെ അണ്ണാ നിങ്ങൾ ധൈര്യമായിട്ട് പൊയ്ക്കോളൂ, ഞാൻ എല്ലാം ഇനി കറക്റ്റ് ഞാൻ പറഞ്ഞു തരും. ഓക്കെ ശംഭു, നമ്മളിതാ അങ്ങനെ മെയിൻ റോഡ് ഹൈവേ കൂടി നമ്മളിതാ എത്തിയിട്ടുണ്ട്. ഇനി ഏകദേശം നമുക്ക് ഇവിടെ നിന്നൊരു 390 കിലോമീറ്റർ ഉണ്ട് നമുക്ക് സേലത്തെത്താൻ വേണ്ടി. അപ്പം നമ്മളിന്ന് പോകുന്ന വഴിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല വൈബുള്ള സ്ഥലത്ത് കൂടെ ആയിരിക്കും നമ്മൾ പോകുന്നത്. നമ്മളിന്ന് പുനലൂർ വഴി ചെങ്കോട്ട വഴി തെങ്കാശി ചെന്നിട്ട് അവിടെ നമുക്ക് കട്ട് ചെയ്ത് നേരെ തമിഴ്നാട് ബോർഡറിൽ ചെന്നിട്ട് അവിടെ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ സേലത്ത് പോകുന്നത്. അപ്പം നല്ലൊരു അടിപൊളി വൈബുള്ള സ്ഥലമാണ്. അപ്പോൾ നമുക്കതൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഒന്ന് പോവാം. അല്ലടാ ശംഭു? പോവാണ്ണ, നമുക്ക് അടിച്ച് പൊളിച്ചങ്ങ് എൻജോയ് ചെയ്തൊക്കെ പോവാണ്ണ. എല്ലാ സ്ഥലത്തൂടെയൊക്കെ തന്നെ പോവാം. ഇതൊന്നൊരു സ്ഥലമാണ്, ഒരു രക്ഷയില്ലാണ്, വൈബ് സ്ഥലമാണ്. ഫോറസ്റ്റ് ഏരിയ ഒരു രക്ഷയില്ല, കിട്ടില്ല സ്പോട്ടാണ്. എന്നാൽ ഈ ഒരു റൂട്ടെന്ന് വെച്ചാൽ അടിപൊളി റൂട്ടാണ്. വെച്ചാൽ ഫുൾ ഫോറസ്റ്റ് ഏരിയയും കാര്യങ്ങളാണ്, ഒരു രക്ഷയില്ല. എവിടെ നോക്കിയാലും നല്ല ആംബിയൻസ് ഉള്ള നല്ല അടിപൊളി സ്ഥലമാണ്. വൈബ് സ്ഥലം മാത്രമല്ലടാ പ്രത്യേകത, നമുക്ക് ഈ ഒരു റൂട്ട് വഴി പോകണമെങ്കിൽ നമുക്ക് എളുപ്പമാണ്. അപ്പം നമുക്ക് കേരള ബോർഡർ ടച്ച് ചെയ്യാതെ
നമുക്ക് കേരള ബോർഡറിൽ നിന്ന് നമ്മൾ നേരെ ഒരു 10-35 കിലോമീറ്ററിനകത്ത് നമ്മൾ നേരെ തമിഴ്നാട് ബോർഡറിലെത്തും. തമിഴ്നാട് ബോർഡറിൽ നിന്ന് പിന്നെ നമുക്ക് സേലത്ത് പോകാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു റൂട്ട് സെലക്ട് ചെയ്തത്. ഇടേ വണ്ടി ബാലൻസ് പോകണ്ടേ, എന്താണ് വണ്ടിക്ക് പ്രശ്നം? എന്തോ പറ്റിയിടേ, അവിടെ സൈഡ് കയറി തട്ടിയിടേ, എന്താണെന്നറിയില്ല. തള്ളേ വണ്ടിക്കല്ലേ കുഴപ്പമില്ല ഉണ്ടാടേ. ഓടിക്കാൻ തന്നെ പേടിയാവണം. വണ്ടി ഒരു ലെഫ്റ്റ് സൈഡിലോട്ട് ഞാൻ വളയ്ക്കുമ്പോൾ ഇല്ലടേ, വണ്ടി ഒരു ബാലൻസ് തെറ്റി അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടൊക്കെ പോണ്, എക്കി തുറച്ചൊക്കെ പോണ്. എന്ത് പറ്റിയെന്നറിയില്ല വണ്ടിക്ക് എന്താണ് കുഴപ്പം? വണ്ടി ഇടിച്ച് ചാവൂടെ. ഇവിടെ റൈറ്റ് സൈഡൊന്നും പിടിക്കാൻ പറ്റുന്നില്ല, വണ്ടിയുടെ ബാലൻസ് തെറ്റി ഇങ്ങോട്ടൊക്കെ പോകണം. ഒന്നും ചെയ്യാൻ പറ്റില്ല. റൈറ്റ് സൈഡൊന്നും തീങ്ങില്ലടേ വണ്ടി. ഇവിടെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകണ്ടേ വണ്ടി. അയ്യോ എവിടെ ഏതോ കുഴിയുടെ പൊണ്ണം കുഴിയുടെ. അയ്യോ അമ്മച്ചിയെ അയ്യോ. ഇവിടെ ശംഭു വണ്ടിയുടെ സ്റ്റിയറിങ്ങിന് എന്തോ പ്രശ്നമുണ്ട്. അതാണ് ഞാൻ റൈറ്റ് സൈഡ് പിടിച്ചാൽ വണ്ടി റൈറ്റ് സൈഡ് പോകാതെ നേരെ ലെഫ്റ്റ് സൈഡ് ഈ കുഴിയിലോട്ടാണ് വന്ന് വീണത്. ഭാഗ്യത്തിന് നമുക്കൊന്നും പറ്റിയില്ല. വണ്ടി ഇതാ കിടക്കുകയാണ്, ഫുൾ കുഴിയിൽ ഇതാ വീണ് കിടക്കുകയാണ്. ഇനി വണ്ടി പൊക്കണമെങ്കിൽ ക്രെയിൻ വിളിച്ചാലേ പറ്റുകയുള്ളൂ. ഇവിടെ നിന്ന് 18 കിലോമീറ്റർ ഉണ്ട് വർക്ക്ഷോപ്പിലെത്താൻ വേണ്ടി. എന്ത് ചെയ്യൂടെ, വണ്ടിയിൽ എന്തോ പ്രശ്നമാണ്. ഞാൻ അവിടെ നിന്ന് എത്തിയപ്പോഴേ ഈ ഒരു പ്രശ്നമുണ്ട്, എന്താണെന്ന് അറിയില്ല. ഇനിയിപ്പോൾ അതുകൊണ്ട് കാണിക്കണം. സ്റ്റിയറിങ്ങിൻ്റെ പ്രശ്നമാകാനാണ് സാധ്യത. കറക്റ്റ് അറിയത്തില്ല, കാരണം വണ്ടി റൈറ്റ് സൈഡ് പിടിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ടാണ് പോകുന്നത്. എന്ത് പറ്റിയെന്ന് അറിയില്ലടേ. എന്നാ സത്യം പറയാലോ, ഭാഗ്യം കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്, ഇല്ലെങ്കിൽ നമ്മൾ തീർന്നതാണ്. ഏറ്റ കുഴിയാണ്, നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ എന്തോ ഭാഗ്യത്തിലാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഈ മുതലാളിയുടെ അടുത്ത് ഇനി എങ്ങനെ പറയും, എന്ത് ചെയ്യുമെന്ന് ഒന്നും ഒരു കൺഫ്യൂഷൻ ആയിട്ടിരിക്കണം. നമുക്ക് എന്തെങ്കിലും പറയാം, എന്തായാലും എന്ത് ചെയ്യാം, വണ്ടിയല്ലേ തട്ടയും മുട്ടയൊക്കെ ചെയ്യും, പറഞ്ഞിട്ട് കാര്യമില്ല. മുതലാളി കളിപ്പെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്, പൈസ നേരത്തില്ല തന്നെ പറഞ്ഞു. അപ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് മുഖ്യധാരം പൈസ പോകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് മുതലാളിയിട്ട് പറയാം, വല്ലം കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് ഈ വണ്ടി റെഡിയായി കൊടുക്കേണ്ടി വരും. ഇനി ഇവിടെ നിന്ന് 18 കിലോമീറ്റർ അണ്ണം പറയണത്, ഇനി അവിടെ പോകണം. എൻ്റെ നാട് ഏതായിട്ടെണ്ണ ഇടിച്ചിട്ടുണ്ട്, പണി കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ക്രൈം എല്ലാം വിളിച്ചല്ലേ പോകാൻ പറ്റുള്ളൂ, അത് നടക്കുകയുള്ളൂ. അപ്പോൾ ഗൈസ് നമ്മളെ വണ്ടി ഏറ്റൊരു കുഴിക്കകത്താണ് കിടക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പാർട്ട് 2 അടുത്തൊരു വീഡിയോ, നമ്മൾ സ്ഥലത്തേക്ക് പോകുന്ന അടുത്ത വീഡിയോ. അപ്പോൾ ഇനി ക്രെയിൻ നമ്പറിൽ നമുക്കൊന്ന് വിളിച്ചിട്ട് വണ്ടി ഇവിടുന്ന് കൊണ്ടുപോയി നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോവുക. അതിനുശേഷം വണ്ടി റെഡിയാക്കിയിട്ട് നമുക്ക് കാണാം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.